ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ നൈറ്റ് വിൽ ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദൈവം തിരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷയിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഈ രാത്രി ദൈവം നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ വേദനകളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രാത്രിയാണ്. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ഒരുപാട് പാടുപീടകളാണ് അനുഭവിക്കുന്നത്. അടിമത്തത്തിൻ്റെ മുഖം അവർ ഒരുപാട് ഭാരപ്പെടുത്തി. അങ്ങനെ അവർ കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ വേദന രോദനമായി, നിലവിളിയായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയർന്നു. നമുക്കത് കാണാം, മനസ്സിലാക്കാൻ പറ്റും ബൈബിളിൽ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരോടെ അവർ പ്രാർത്ഥിക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുകയാണ്, അവരുടെ കണ്ണുനീര്, അവരുടെ നിലവിളി ദൈവത്തിൻ്റെ കർണപുടങ്ങളിലെത്തി. കരമുയർത്തി ഹല്ലേലൂയ. ഈ സംഭവത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്, ഈജിപ്തിലെ നിലവിളി കർത്താവിൻ്റെ മുമ്പിൽ എത്തി എന്ന് കർത്താവ് നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു, ഈജിപ്തിലെ ജനത്തിൻ്റെ പീഡനങ്ങൾ ഞാൻ വ്യക്തമായി കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ മാത്രമല്ല, നമ്മുടെ പീഡനങ്ങൾ, നമ്മുടെ വേദനകൾ വ്യക്തമായി, അവ്യക്തമായല്ല, ഭാഗികമായല്ല, വ്യക്തമായി കണ്ടു എന്ന് പരിശുദ്ധാത്മാവോട് എഴുതി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. ഈ നൈറ്റ് വിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ കണ്ണുനീരുകൾ, വേദനകൾ കർത്താവ് വ്യക്തമായി വാച്ച് ചെയ്യുകയാണ്, കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വചനം തുടർന്ന് പറയുകയാണ്, അവരുടെ ദീനരോദനം എൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ നിലവിളി അവന്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, ഇവിടെ നിന്ന് ഉയരുന്ന നിലവിളികൾക്കുയരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോളമന് ദൈവം വാഗ്ദാനം ചെയ്ത ദേവാലയം പണി കഴിപ്പിച്ച് ദേവാലയ പ്രതിഷ്ഠയുടെ സമയത്ത് സോളമൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ മഹത്വം അവിടെ വന്നു. കർത്താവ് പറഞ്ഞു, ഈ പ്രാർത്ഥനാലയത്തിൽ നിന്ന് ഉയരുന്ന നിലവിളികൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും എപ്പോഴും ജാഗരൂകമായിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ ഈ പ്രാർത്ഥനാലയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല മക്കളുടെ നിലവിളിക്ക് നേരെ കർത്താവ് കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ദൈവം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. വീണ്ടും വചനം പറയുകയാണ്, അവരെ വിമോചിപ്പിക്കുവാൻ ഞാനിതാ ഇറങ്ങി വന്നിരിക്കുന്നു. പിതാവായ ദൈവം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ പിതാവായ ദൈവം കാലത്തിന്റെ പൂർണ്ണതയിൽ ഇറങ്ങി വന്ന മുഖമാണ് യേശു ക്രിസ്തുവിന്റെ മുഖം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ മോചിപ്പിക്കുവാനായി കടന്നു വന്ന യേശു ക്രിസ്തു തൻ്റെ കരം, തൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നീട്ടുകയാണ്. നമ്മുടെ നിലവിളി കണ്ടുകൊണ്ട്, നമ്മുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരും. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ചുകൊണ്ട് കരങ്ങൾ അവർ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ പീഡനങ്ങൾ വ്യക്തമായി കാണുന്ന, എൻ്റെ നിലവിളി കേട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന നല്ല ദൈവത്തിന്റെ മുമ്പിൽ ജീവിതം മുഴുവനൊന്ന് സമർപ്പിച്ചുകൊണ്ട്, ആയിരിക്കുന്ന ഇടങ്ങളിൽ കുടുംബങ്ങളെ സമർപ്പിച്ച് കണ്ണുനീര് കൊടുത്ത്, ഭാരങ്ങൾ കൊടുത്ത് യേശുവേ എന്ന് വിളിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, കടന്നു വരണമേ, കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീര് തുടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ഹൃദയത്തിൽ നമുക്കൊന്ന് പാടാം. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. യേശു എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. നമുക്ക് എവിടെയൊക്കെ രക്ഷ വേണോ, രോഗത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, കടബാധിതകളിൽ നിന്ന് നമുക്ക് രക്ഷ ആവശ്യമുണ്ടോ, യേശു എന്ന രക്ഷാകരമായ നാമം വിളിച്ച് നാം പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രിയിൽ നമ്മളെ വിളിക്കുകയാണ്, നമ്മളെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഈ ഗാനത്തിൻ്റെ ഈരടികൾ പാടി പഠിച്ച് യേശു മതി, യേശു മാത്രം മതി എന്ന ഈ ഗാനത്തിൻ്റെ മനോഹരമായ ഗാനം പാടി പഠിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. സർവശക്തനാമേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. അനുഭവിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ച് മാർഗങ്ങൾ തുറന്നു
ഉയർത്തി യേശു മാത്രം മതി എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് എന്റെ ഈശോയെ ഇനി ഞാൻ ആശ്രയിക്കുന്നു. എന്റെ യേശുവേ, എന്റെ കുടുംബത്തിന്റെ നാഥനായി, എന്റെ വ്യക്തി ജീവിതത്തിന്റെ നാഥനായി നീ വരണമേ, എന്നെ തുടരണമേ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റിയ 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 റിയ. യേശുവേ, യേശുവേ, ഈശോയെ വരണമേ, വരണമേ ഈശോയെ, തുടരണമേ ഈശോയെ. ശരീരമൊന്നും ചലിക്കുന്ന എത്തത്തില്ല. ഇടത്തും വലത്തും നിൽക്കുന്നവരൊക്കെ ഒന്ന് നോക്കിക്കേ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട്, കോർത്ത് പിടിച്ചുകൊണ്ട് യേശുവേ നാഥ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവേ നാഥ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. യേശുവിനാഥാ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവിനാഥാ അങ്ങേ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. രണ്ട് വശങ്ങളിലേക്ക് കരങ്ങളടിക്കുന്നു.